കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലംസ് പലതരത്തിലായിട്ട് പേരൻസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് പൊതുവെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാശി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവും, പറയുന്നത് കേൾക്കാത്ത പ്രശ്നം ഉണ്ടാവും, ഇത് പല പ്രശ്നങ്ങളും പറയും. അപ്പൊ അത്തരം കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കുട്ടികളുടെ നാണം മാനം എന്നൊക്കെ പറഞ്ഞ സംഗതിയുണ്ട്. കുട്ടിക്ക് ഒരു ലജ്ജ ഉണ്ടാവാം, കുറ്റബോധം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് തോന്നുക. ഇതൊക്കെ എപ്പോഴാണ് അവസാനിച്ചു പോകുന്നത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കുട്ടിയുടെ നാണോ മാനോ ഒക്കെ കെടുത്തി കളയുന്ന ആൾക്കാർ, കുട്ടിയുടെ സെൽഫ് റെസ്പെക്ട് നശിപ്പിച്ച് കളയുന്ന ആൾക്കാർ ശരിക്കും പാരന്റ്സിനെ. അങ്ങനെ സെൽഫ് റെസ്പെക്ട് നശിപ്പിച്ച കുട്ടികളാണ് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആരെയും കൂസാതെ ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കുന്നത്. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കാൻ വേണ്ടത്. ഒരു ബിഹേവിയർ പ്രോബ്ലംസ് കാണിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് സെൽഫ് റെസ്പെക്ട് കുറവായിരിക്കും, സെൽഫ് എസ്റ്റീം കുറവായിരിക്കും. സ്വന്തത്തെ കുറിച്ചുള്ള ഞാനിപ്പോ നല്ലൊരാളാണ് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഈ ഒരു നന്മ, ഈ ബോധ്യം ഇല്ലാതായി പോകരുത് എന്നൊരു പേടി എനിക്കുണ്ടാവും. ആൾക്കാരെ മുന്നിൽ ഞാൻ മോശമാവാൻ പാടില്ല, ആൾക്കാരെ മുന്നിൽ ചീത്ത പറയാൻ പാടില്ല, ഒരു ചീത്ത കേൾക്കുന്നതിന് എനിക്ക് പേടിയുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് കുട്ടികൾ അവരുടെ സ്വഭാവങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഒരു ആത്മാഭിമാനം കൂടാൻ ആവശ്യമായിട്ടുള്ള കുട്ടിയെ ചീത്ത വിളിക്കണം. ചീത്ത വിളിക്കുന്ന സമയത്ത് വേറെ ആൾക്കാരുടെ മുന്നിൽ ചീത്ത വിളിക്കാൻ പാടില്ല. ഒരു ഉപദേശം കൊടുക്കണം. ഉപദേശം കൊടുക്കുമ്പോൾ കുട്ടികൾ ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപദേശം കൊടുക്കുകയാണെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിലും കുട്ടിയെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് കുട്ടിയിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. നമ്മൾ അതെങ്ങനെയാണ് തിരുത്തുന്നത്, എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തിരുത്തുന്നത്, എന്ത് വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ സംസാരിക്കുന്ന രീതിയാണ് പാരന്റ്സ്